നമ്മളുടെ റിട്ടയർമെൻറ്റിന് ശേഷം സുരക്ഷിതമായിട്ടുള്ള ഒരു വരുമാനം, അതും റെഗുലറായിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ടും ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പല തരത്തിലുള്ള നിക്ഷേപങ്ങളിലൂടെ റിട്ടയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ സാധാരണയായിട്ട് നമുക്ക് റെഗുലറായിട്ടും അതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ടും റിട്ടയർമെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആനുവിറ്റികൾ നൽകുന്ന അല്ലെങ്കിൽ പെൻഷൻ നൽകുന്ന ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത സ്മാർട്ട് പെൻഷൻ പ്ലാനെ കുറിച്ചാണ്. ഇതൊരു സിംഗിൾ പ്രീമിയം ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻ ആണ്. ഈ പെൻഷൻ പ്ലാനിൽ 21 ടൈപ്പിലുള്ള പെൻഷനാണ് ഓഫർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് സിംഗിൾ ലൈഫ്, ജോയിന്റ് ലൈഫ്, അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ 21 ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട പെൻഷൻ പ്ലാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആനുവിറ്റി നിങ്ങൾക്ക് ആനുവലായിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടോ ലഭിക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതൊരു സിംഗിൾ പ്രീമിയം ഇമ്മീഡിയറ്റ് ആനുവിറ്റി സ്കീമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്കീമിൽ 18 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ പല ഓപ്ഷനുകളിലും 18 വയസ്സ് മുതൽ 65 വയസ്സും അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയും ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകം ടാക്സബിൾ ആണ്. നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്ത നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഈ പെൻഷൻ പ്ലാനിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. NPS ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് 60 വയസ്സിന് ശേഷം അവർക്ക് ആനുവിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ പെൻഷൻ പ്ലാനും വേണമെങ്കിൽ അവർ ആനുവിറ്റി ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. ഇതിൽ ഏകദേശം 21 ടൈപ്പിലുള്ള ആനുവിറ്റിയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെയുള്ള ആനുവിറ്റി പ്ലാനുകളിൽ നിന്ന് നമുക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് സാധാരണയായിട്ട് ലഭിക്കുക. ഈ വീഡിയോയിൽ ഈ പെൻഷൻ പ്ലാനിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതിൽ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ പെൻഷൻ പ്ലാനിൽ നിക്ഷേപം നടത്തുന്ന ഒരു പോളിസി ഹോൾഡറിന് അവർക്ക് എത്ര റിട്ടേൺസ് ആണ് ലഭിക്കുക. എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് 6.38% മുതലാണ്. ഈ കിട്ടുന്ന 6.38% ടാക്സബിളുമാണ്. എങ്ങനെയാണ് ഞാൻ ഈ 6.38% IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ്, കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള പെൻഷൻ പ്ലാനുകളിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്നത് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകമാണ്. ഇതേപോലെ നമുക്ക് ലഭിക്കാവുന്ന 6.38% തുടങ്ങുന്ന ഇൻകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് എന്നുള്ളതിന് തർക്കമില്ല. പെൻഷൻ പ്ലാനിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. 60 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ പെൻഷൻ പ്ലാനിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 വയസ്സ് വരെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയം വരെയോ അല്ലെങ്കിൽ നിങ്ങൾ 100 വയസ്സ് വരെയോ നിങ്ങൾക്കിതിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകവും ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഈ LIC സ്മാർട്ട് പെൻഷൻ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ റിട്ടേൺസ് ആണ് ലഭിക്കാൻ പോവുക, അതോടൊപ്പം തന്നെ ഇതിലും പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ പണം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഈ പ്രസൻറ്റേഷനിൽ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് LIC സ്മാർട്ട് പെൻഷൻ പ്ലാനിൽ നിക്ഷേപം നടത്തുന്ന ഒരു പോളിസി ഹോൾഡറിന് എത്രയൊക്കെ റിട്ടേൺസ് ലഭിക്കാം. കാരണം 21 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം വായിക്കുക, മനസ്സിലാക്കുക. കറക്റ്റായിട്ടുള്ള ഒരു പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ ആനുവിറ്റി പ്ലാൻ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനിവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള
2 ഓപ്ഷൻസാണ് ഞാൻ എടുത്തിട്ട് എത്രയൊക്കെ റിട്ടേൺസ് ആണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓപ്ഷൻ എഫിൽ പറയുന്നത് ലൈഫ് ആനുവിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ്. ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് പീരിയോഡിക്കൽ ബേസിസിൽ, അത് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ LIC ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇൻകം ലഭിക്കും. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആനുവൽ ബേസിസിൽ. ഇവിടെ ഈ പറയുന്ന 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 64,900 രൂപ കിട്ടുമെന്ന് LICയുടെ റിലേറ്റഡ് ആയിട്ടൊരു ഡോക്യുമെൻറ്റിൽ പറയുന്നതാണ്. ആ സെയിം എമൗണ്ട് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു GST ആപ്ലിക്കബിൾ ആണ്. ഇതേപോലെയുള്ള ആനുവിറ്റി സ്കീമുകളിൽ 1.8% GST എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 10,18,000 രൂപയാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരെത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രാധാന്യം. ഞാൻ GST ആയിട്ട് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊടുക്കുന്നതാണെങ്കിലും അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ 10,18,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 4,900 രൂപ ഇൻകമായിട്ട് ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഇതൊരു ഇമ്മീഡിയറ്റ് ആനുവിറ്റി സ്കീം ആയത് കാരണം അദ്ദേഹം നിക്ഷേപം നടത്തി അടുത്ത വർഷം തന്നെ, ഒരു വർഷം തികയുമ്പോൾ മുതൽ തന്നെ 64,900 രൂപ അദ്ദേഹത്തിന് 84 വയസ്സ് വരെയും ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 85 വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന IRR അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് 6.23%. GST നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല എങ്കിൽ 6.38% വരും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10,18,000 രൂപയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ E3 ആണ്. ലൈഫ് ആനുവിറ്റി വിത്ത് 50% റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ആഫ്റ്റർ അറ്റൈനിങ് ഏജ് ഓഫ് 8 ഇയേഴ്സ്. ഇതിൽ 60 വയസ്സുള്ള ഒരു വ്യക്തി 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 80 വയസ്സിന് ശേഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 50% തിരിച്ചു കൊടുക്കുന്നു. അദ്ദേഹം 85 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്രയൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺസ് എന്നാണ് ഈ ടേബിൾ ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഈ കേസിലും ഞാൻ അസ്യൂം ചെയ്യുന്നു GST ഉൾപ്പെടെ 10,18,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഓരോ വർഷവും ലഭിക്കുന്ന ആനുവിറ്റി എന്ന് പറയുന്നത് 61,400 രൂപയാണ്. ആദ്യത്തെ കേസിൽ അദ്ദേഹത്തിന് 64,900 രൂപ ലഭിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 50% 80ാമത്തെ വയസ്സിൽ തിരിച്ചു തരുന്നത് കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുവിറ്റിയുടെ എമൗണ്ടിലും കുറവ് വന്നിട്ടുണ്ട്. 64,900 പകരം 61,400 രൂപയാണ് കിട്ടുന്നത്. ഈ എമൗണ്ട് നിങ്ങൾക്ക് 85 വയസ്സ് വരെ ലഭിക്കുന്നു. 80ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷത്തിൻ്റെ പകുതിയായ 5 ലക്ഷവും പിന്നെ ആ വർഷം നിങ്ങൾക്ക് ഡ്യൂ ആയിട്ടുള്ള 61,400 രൂപ, അതാണ് ഞാനിവിടെ 5,61,400 രൂപ കിട്ടിയതായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 85ാമത്തെ വയസ്സിൽ ഈ പോളിസി ഹോൾഡർ മരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 50%, അതായത് 5 ലക്ഷം രൂപയും കൂടി ആ സമയത്ത് കൊടുക്കും. ഇവിടെയും നമ്മൾ ഇതിൻ്റെ IRR കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൽ വരുന്നത് 6.23%. അപ്പം ജനറലായിട്ടും നിങ്ങളുടെ പർച്ചേസ് പ്രൈസ് റിട്ടേൺ ചെയ്യുന്ന ഇതേപോലെയുള്ള ഓപ്ഷൻസിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനടുത്തുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് ആയിരിക്കാം. ഈ കിട്ടുന്ന എമൗണ്ട് ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന ഈ 61,400 രൂപ എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇതേപോലെ 6.23% റിട്ടേൺസ് കിട്ടുന്നുള്ളെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് 60 വയസ്സുള്ള ഒരു വ്യക്തി 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം 60 വയസ്സ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫർദറായിട്ട് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടാവില്ല. അപ്പം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ കോർപ്പസ് വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ നിക്ഷേപം നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നടത്തേണ്ട നിക്ഷേപത്തെ ഞാനിവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു.
അതായത് 60% ഇക്വിറ്റി ഫണ്ടിലും 40% ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ, മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ല മറ്റേതെങ്കിലും ഇൻസ്ട്രുമെൻറ്റുകളിലോ നിക്ഷേപം നടത്തുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. ബാലൻസ്ഡ് ഫണ്ടുകളാകാം, ഹൈബ്രിഡ് നേച്ചറുള്ള ഫണ്ടുകളാകാം, ഏത് തരത്തിലുള്ള ഫണ്ടുകളാണെങ്കിലും സേഫ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നിക്ഷേപങ്ങൾ നടത്തുവാൻ. ഇക്വിറ്റിയുടെ പോർഷൻ പ്യൂർ ഇക്വിറ്റി ഫണ്ടായിട്ടോ ഹൈബ്രിഡ് നേച്ചറുള്ള ഫണ്ടുകളായിട്ടോ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളോ അതേപോലെ അധികം റിസ്ക് ഇല്ലാത്ത ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം. അതേപോലെ ഡെറ്റിൻ്റെ പോർഷൻ തീർച്ചയായിട്ടും നിക്ഷേപം നടത്തേണ്ടത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം ലഭിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളിലായിരിക്കണം. ഇത് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഈ 40% ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗ്യാരണ്ടി ഇല്ല. ഇത് നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. പോസ്റ്റ് ഓഫീസിൻ്റെ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ ഇന്നത്തെ നിലയിൽ 8.2% നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കാം. RBIയുടെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൽ 8.05% ഇൻട്രസ്റ്റ് ലഭിക്കാം. പോസ്റ്റ് ഓഫീസിൻ്റെ തന്നെ മന്ത്ലി ഇൻകം സ്കീമിൽ 7.4% ആനുവൽ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കാം. അതേപോലെ പല ബാങ്കുകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ 10 വർഷത്തിനൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെയുള്ള നിക്ഷേപങ്ങൾക്കും 8% കൂടുതലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഗ്യാരണ്ടീഡും ഫിക്സഡ് ആയിട്ടും റിട്ടേൺസ് കിട്ടുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഈ 40% ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ അസ്യൂം ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 6% മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഇൻഫ്ലേഷൻ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ 5 വർഷത്തിലും 6% വീതം ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന് ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു. അപ്പം 10 ലക്ഷത്തിൽ 6 ലക്ഷം രൂപ ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടിലോ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് 12% ഞാൻ അസ്യൂം ചെയ്യുന്നു. ബാക്കി വരുന്ന 4 ലക്ഷം രൂപ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ഇൻകം ലഭിക്കുന്ന ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള സ്കീമുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇക്വിറ്റിയുടെ പോർഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന റിട്ടേൺസ് ലഭിക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇത് ഏകദേശം 10,57,000 രൂപയാകാം. ഈ 10,57,000 രൂപയിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് ഈ എമൗണ്ട് എഗെയിൻ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഫണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന പോർഷനിൽ നമ്മളിവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ LICയിൽ നിന്ന് ഈ എമൗണ്ടിൽ നിന്ന് ലഭിക്കാവുന്ന 64,900 രൂപ ഓരോ വർഷവും നമ്മുടെ എക്സ്പെൻസസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 4 ലക്ഷം രൂപ ഏകദേശം 6% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലഭിക്കുക. സാധാരണ 6% ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവും ഇവിടെ കുറഞ്ഞു വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഒരു 4 ലക്ഷം രൂപ നമ്മുടെ ഇക്വിറ്റി പോർഷൻ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഡെറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന പോർഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ എമൗണ്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു, ഇതിവിടെ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം 5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വേണ്ട 64,900 പകരം 6% ഇൻഫ്ലേഷനോട് കൂട്ടിയിട്ട് 68,794 രൂപ വീതം വിഡ്രോ ചെയ്യുന്നു. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അദ്ദേഹത്തിന് 71 വയസ്സാകുമ്പോൾ ഇക്വിറ്റിയിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 11,58,000 രൂപ വരാം. ഈ വന്നിരിക്കുന്ന ടോട്ടൽ കോർപ്പസ് ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ഡെറ്റ് പോർഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെയും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ 5 വർഷത്തിലും 6% വീതം ഇൻഫ്ലേഷൻ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ ഇൻഫ്ലേഷൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 81 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും 64,900 പകരം നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 82,000 രൂപയാണ്. നിങ്ങൾക്ക് 85 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം 16,59,000 വരാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ വർഷവും, അതായത് ഈ 64,900 മാത്രമല്ല നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, ഓരോ 5 വർഷത്തിലും 6% ഇൻഫ്ലേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് ഉള്ള എമൗണ്ട് വിഡ്രോ ചെയ്തതിന് ശേഷവും 16,59,000 രൂപ നിങ്ങൾക്ക് ബാലൻസ് വരാം. പക്ഷെ നിങ്ങൾ ഈ പെൻഷൻ സ്കീമിലാണ് നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ 85 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. റിട്ടയർമെൻറ്റ് ഇൻകം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഇതിൽ ഇക്വിറ്റി പോർഷനിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല.
ജസ്റ്റ് ഒരു അസംഷൻ്റെ ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഗ്യാരണ്ടീഡ് ആയിട്ടും റെഗുലർ ആയിട്ടും ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതോടൊപ്പം ഇതേപോലെയുള്ള 6-6.5% ഇൻകം കൊണ്ട് അവരുടെ റിട്ടയർമെൻറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഇതേപോലെയുള്ള ആനുവിറ്റി പ്ലാനുകളും ഓപ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇക്വിറ്റി പോർഷനിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് എഫിഷ്യൻ്റ് ആണ്. ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷൻ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ യൂണിറ്റ് റിഡീം ചെയ്യുമ്പോൾ ഇന്നത്തെ രീതി അനുസരിച്ച് 12% മാത്രം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. ഞാൻ ഈ കമ്പ്യൂട്ടേഷനിൽ ടാക്സ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഐഡിയ തരുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ വർക്കൗട്ട് ആകണമെന്നില്ല. കാരണം ഇതിൽ നടത്തുന്ന ഇക്വിറ്റി പോർഷനുള്ള നിക്ഷേപത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന ആളുകൾ അല്ല റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡറി ഇൻകം എന്ന നിലയിൽ ഇതേപോലെയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. LIC ആനുവിറ്റി പ്ലാനിൽ ഉള്ള ഓപ്ഷൻസ് ഇതാണ്. ഇതേപോലെ 21 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചും നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. പ്രസൻറ്റേഷൻ ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗേഴ്സിൽ വ്യത്യാസം വരാം, പെർസെൻറ്റേജിൽ വ്യത്യാസം വരാം. പക്ഷേ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെയുള്ള പെൻഷൻ പ്ലാനുകളിലോ ആനുവിറ്റികളിലോ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യുക. സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുക. ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിന് എതിരായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഒരു ഡേറ്റ കിട്ടിയപ്പോൾ അതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തിയെന്ന് മാത്രം. നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ LIC റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അവരുടെ അഭിപ്രായം എടുക്കുക. റിയലായിട്ടും ഇതിൽ നിന്ന് എത്ര റിട്ടേൺസ് കിട്ടുമെന്ന് അവരോട് തന്നെ വർക്കൗട്ട് ചെയ്ത് കാണിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവാം ഇതേപോലെയുള്ള പെൻഷൻ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ റിട്ടേൺസ് ലഭിക്കാം. സാധാരണയായിട്ട് ഇതേപോലെയുള്ള ആനുവിറ്റി പ്ലാനുകളും പെൻഷൻ പ്ലാനുകളും എല്ലാം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഇത് കാണുമ്പോൾ അവർക്ക് 10%, 12% ഒക്കെ റിട്ടേൺസ് ലഭിക്കാമെന്ന് പലപ്പോഴും തോന്നുന്ന രീതിയിലാണ് പല ആനുവിറ്റി പ്ലാനുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LIC പെൻഷൻ പ്ലാനിന് മാത്രം റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല, കോമൺ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് റെഗുലറായിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ടും ഇത്രയൊക്കെ പെർസെൻറ്റേജ് റിട്ടേൺസ് മതി എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആനുവിറ്റി പ്ലാനുകൾ നിങ്ങൾക്ക് യോജിച്ചതായിരിക്കാം. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.